ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ നാട്ടിലെ രണ്ട് ആൺകുട്ടികൾക്ക് ഏകദേശം ഒരു 18 വയസ്സും 20 വയസ്സും ആയിട്ടുള്ള രണ്ട് സഹോദരന്മാരാണ്. അവർക്ക് ഒരു അസുഖം വന്നു. ഒരുപാട് പൈസ ചിലവാക്കി ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ് വന്നത്. ഒരു കുട്ടിക്ക് 2 കിഡ്നിയും പോയേക്കാണ്, വലിയ കുട്ടിക്ക്. രണ്ടാമത്തെ കുട്ടിക്ക് ലെൻസിനാണ് പ്രശ്നം, അതും മാറ്റി വെക്കണം. ഒരു വീട്ടിലെ 2 പേർക്കാണ് ഇത്രയും ഗുരുതരമായ ഒരു അസുഖം വന്നത്. അതും സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്തൊരു വീടാണ്. ഈ കുട്ടികൾക്ക് ഏകദേശം ഒരു 14 വയസ്സുള്ള ആ ഒരു സമയത്ത് ഈ കുട്ടികളുടെ ഉപ്പാക്കും ഇതുപോലെ കിഡ്നി മാറ്റിവെക്കേണ്ട ഒരു അസുഖം വന്നിരുന്നു. അന്ന് പിരിവൊക്കെ നടത്തിയിട്ടാണ് ഈ ഉപ്പാൻ്റെ ചികിത്സയൊക്കെ നടത്തിയത്. അപ്പോൾ അവരുടെ ചിലവിന് വേണ്ടിയിട്ട് ഈ 2 കുട്ടികൾ റോഡ് സൈഡിൽ പായസം വിറ്റിട്ടാണ് അവർക്കുള്ള ചിലവിനുള്ള പൈസ ഉണ്ടാക്കിയിരുന്നത്. ഈ കുട്ടികളുടെ ഉപ്പാൻ്റെ ആ അസുഖ സമയത്തും റെസ്റ്റ് സമയത്തും അവരുടെ വീട്ടിലേക്കുള്ള വരുമാന മാർഗമായിട്ടാണ് ഈ കുട്ടികൾ അങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത്. ഉപ്പാൻ്റെ കിഡ്നി മാറ്റിവെക്കൽ പിരിവുകളൊക്കെ നടത്തി സർജറിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിലെ ഈ 2 കുട്ടികൾക്കാണ് ഇങ്ങനെ ഒരു അസുഖം വന്നത്. എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കല്ലേ? 1 ലക്ഷമോ 2 ലക്ഷമോ ഒന്നുമല്ല ഇവരുടെ ശസ്ത്രക്രിയക്ക് വേണ്ട പൈസ, കോടികളാണ് വേണ്ടത്. 2 മക്കളുടെ ചികിത്സയാണ് നടക്കേണ്ടത്. ഞങ്ങളുടെ എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഈ കുട്ടികളുടെ ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമാണ് തോന്നിയത്. ഒരു വീട്ടിലെ 2 കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ മനസ്സുരുകി പടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ഇങ്ങനെയുള്ള ഈ ഒരു അസുഖമൊന്നും ആർക്കും തരല്ലേ എന്നുള്ളത്. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞു മക്കളുടെ ഈ അസുഖം, ചെറുപ്രായക്കാരായ 2 ആൺകുട്ടികളാണ്, അവരുടെ ഈ അസുഖം എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള പൈസയും പടച്ച് തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചിരുന്നു. നമ്മളെക്കൊണ്ട് സാമ്പത്തികമായിട്ട് ഇത്രയും പൈസയൊന്നും ഒരിക്കലും അവർക്ക് നൽകാൻ കഴിയില്ല. നമ്മളെക്കൊണ്ടാവുന്ന ചെറിയ ചെറിയ സംഖ്യകൾ കൊടുത്ത് എല്ലാവരും കൊടുത്ത് സ്വരൂപിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചികിത്സ നടത്താൻ കഴിയുകയുള്ളൂ. ആ പൊന്നുമക്കളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പൈസ തികയാത്തത് കൊണ്ടാവാം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്രമുഖ യൂട്യൂബറും ഇൻസ്റ്റാ വ്ളോഗറും ഒക്കെ ആയ ഒരു വ്ളോഗർ അവരുടെ ചാനലിൽ ഈ ഒരു പൊന്നുമക്കളുടെ വീഡിയോ ഇടാനിടയായി. കാരണം എന്താ വെച്ചാൽ അങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്ന ഒരു ചാനലല്ല ഇത്. പക്ഷേ ഈ പൊന്നുമക്കളുടെ അവസ്ഥ കണ്ടിട്ട് സഹായം അഭ്യർത്ഥിച്ചിട്ട് ആണ് ഒരു വീഡിയോ ഇട്ടത്. ചിലപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകാം. ഞങ്ങളുടെ നാട്ടിൽ പ്രമുഖ വ്ളോഗറായിട്ടുള്ള ആളാണ് ഈ 2 മക്കളുടെ പറഞ്ഞാൽ ഒരാളുടെ കിഡ്നി പോയിട്ടും രണ്ടാമത്തെ കുട്ടീൻ്റെത് ലെൻസിനാണ് പ്രശ്നം. ഇവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. ഈ മക്കളുടെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത ആ വ്യക്തി പറയുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് ചെറിയ സംഖ്യയാണെങ്കിലും ഈ മക്കൾക്ക് കൊടുത്ത് സഹായിക്കണമെന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ 100 രൂപയാണ് ഉള്ളത് എങ്കിൽ അതിൽ 10 രൂപയെങ്കിലും, 1000 രൂപയാണ് ഉള്ളത് എങ്കിൽ അതിൽ 100 രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കണമെന്നുള്ളത്. പിന്നെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന അതിലും കൂടുതൽ സഹായിക്കാൻ കഴിയുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ അത്രയും പൈസ ഈ പൊന്നു മക്കൾക്ക്, കാരണം അവരുടെ അവസ്ഥ അതാണ്, അവർക്ക് കൊടുത്തിട്ട് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ഇട്ടിരുന്നത്. ഈ പൊന്നുമക്കളുടെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. എന്നെക്കൊണ്ടും കഴിയുന്നത് സഹായിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് വരുവോളം ഞാൻ കാത്തിരുന്നു. രാത്രി ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഈ ഒരു കാര്യമെല്ലാം പറഞ്ഞു. ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലൊരു കുട്ടികൾക്കൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു, നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞാനും കണ്ടു. ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട്, നമുക്ക് ഇവരെ സഹായിക്കണ്ടേ, കഴിയുന്ന സഹായം കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അവരുടെ ചികിത്സാ ചിലവിലേക്ക് ഉള്ള മുഴുവൻ പൈസ നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം എന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, പിരിച്ചിട്ട് കിട്ടിയ തുകയുടെ ബാക്കി പൈസ ഏതോ ഒരു അജ്ഞാതനായ ഒരു മനുഷ്യൻ, പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്തൊരു മനുഷ്യൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 50 ലക്ഷം രൂപയായിരുന്നല്ലോ അവർ ശേഖരിച്ച് വെച്ചിരുന്നത്. അതിൻ്റെ ബാക്കി 50 ലക്ഷം ഈ ഒരു അജ്ഞാത മനുഷ്യൻ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു മനുഷ്യന് ഈ കുട്ടികളുടെ ചികിത്സാ ചിലവിനായി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ കരുതിയിരുന്നു, ഏതെങ്കിലും ഒരു പൈസക്കാരനായ ഒരാൾക്ക് ഈ കുട്ടികളുടെ ചികിത്സാ ചെലവിനുള്ള പൈസ കൊടുത്താൽ ഇവരുടെ പ്രയാസങ്ങൾ തീരുമല്ലോ എന്നുള്ളത്. ഒരു പിരിവൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പൈസക്കാരനൊരാൾക്ക് തോന്നിയാൽ മതിയല്ലോ, ഈ കുട്ടികൾക്ക് ഞാൻ ചികിത്സയ്ക്കുള്ള പൈസ, എൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട്, അതിൽ നിന്ന് കുറച്ച് കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കരുതിയിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് ഈ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് തോന്നിയത്. ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യവും അതേപോലെ അങ്ങോട്ട് നടന്നേക്കാം. പക്ഷേ ആ ആൾ ആരാണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത്രയും പൈസ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടായല്ലോ. നമുക്ക് പൈസ ഉണ്ടായാൽ പോരല്ലോ, കൊടുക്കാനുള്ളൊരു മനസ്സും കൂടി നമുക്ക് വേണമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ 2-3 പേരോട് പിന്നെയും ചോദിച്ചു, ആരാണ് ഈ ആളെന്ന്. അപ്പോൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ വെളിപ്പെടുത്തുമായിരിക്കും എന്ന് പറഞ്ഞു എന്നോട്. ശരിക്കും എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിട്ടോ, ഞാനും ഇതേപോലെ ഒരു പൈസക്കാരനൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കും ഇതേപോലെയൊക്കെ എല്ലാവരും സഹായിക്കുമെന്നുള്ളത്. എനിക്ക് ആ ഒരു മനസ്സിനോട്
ബഹുമാനവും ഇഷ്ടമൊക്കെയാണ് തോന്നിയത് കേട്ടോ. പിന്നീട് ആരോ പറഞ്ഞു അയാൾ നമ്മുടെ നാട്ടിലെ ആൾ തന്നെയാണ്, നല്ലൊരു ബിസിനസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരാളാണ് സഹായിച്ചത് എന്ന് പറഞ്ഞു. എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ കുടുങ്ങുന്നവരെയൊക്കെ സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ സഹായിക്കുന്നവരെ കാണുന്നതും ഭയങ്കര ഒരു ഇഷ്ടവും ബഹുമാനമൊക്കെയാണ്. പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്നത്രയൊക്കെ ഞാൻ സഹായിക്കലുണ്ട്. ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് സഹായിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നിട്ട് വേണം, അതിൽ നിന്നല്ല ഞാനെടുത്ത് ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുള്ളൂ. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ സഹായിക്കലുണ്ട്. ഇനിയും സഹായിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കലുമുണ്ട്. ശരിക്കും നമുക്ക് ഒരുപാട് പൈസയും മുതലൊക്കെ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സുഖത്തിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതല്ലല്ലോ. നമുക്കത് പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ അത് പാവപ്പെട്ടവരെ സഹായിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ പടച്ചോൻ തമ്പുരാനെ ഏൽപ്പിച്ചത്. അത് നമ്മൾ കൊടുക്കന്നെ വേണം, കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല. കൊടുത്തു കഴിഞ്ഞാലുള്ളൂ നമുക്ക് പിന്നെയും ഇരട്ടിയായി പടച്ചോൻ തമ്പുരാൻ അത് തരിക. നമ്മുടെ കയ്യിൽ പടച്ചോൻ തമ്പുരാൻ നമുക്കൊരുപാട് ധനവും പണവും സമ്പത്തൊക്കെ തന്നിട്ട് അത് ആർക്കും കൊടുക്കാതെ, പാവപ്പെട്ടവർക്ക് അതിൻ്റെ അവകാശങ്ങൾക്ക് കൊടുക്കാതെ നമ്മൾ നമ്മുടെ വീട്ടിൽ കെട്ടിപ്പൂട്ടി പാത്ത് വെക്കുകയാണെങ്കിൽ അത് കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം പോലെയാണെന്നാണ്. അത് കെട്ടിക്കൊടുക്കുന്ന വെള്ളം എങ്ങനെയൊക്കെ അതിങ്ങനെ അഴുകി വരൂലേ, അത് നല്ലൊരു വെള്ളം ആകൂല. നേരെ മറിച്ച് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ പാവപ്പെട്ടവർക്ക് നൽകുകയാണെങ്കിൽ ഒഴുകുന്ന പുഴ പോലെയാണെന്നാണ്. ഒഴുകുന്ന പുഴ പോലെ പറഞ്ഞാൽ അതിൽ ചീത്തതായിട്ടൊന്നും ഉണ്ടാവില്ല. പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിലേക്ക് വേറെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് നമ്മുടെ പൈസ. നമ്മൾ കൊടുക്കുന്തോറും നമ്മുടെ അടുത്തേക്ക് പൈസ ഇങ്ങനെ നല്ലതായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ആ പൊന്നുമക്കളുടെ ചികിത്സ ആവശ്യത്തിനുള്ള പൈസ ആ നല്ല മനുഷ്യൻ കൊടുത്തു. ഇനി അവരുടെ ചികിത്സയെല്ലാം കഴിഞ്ഞ് അവരുടെ അസുഖങ്ങളെല്ലാം സുഖപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ മറ്റൊരു കാര്യമാണ് ചിന്തിച്ചത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് ഈ കിഡ്നി പേഷ്യൻറ്റിനൊക്കെ കാണുമ്പോൾ. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ആശാ വർക്കറായിട്ടൊരു കിഡ്നി പേഷ്യൻ്റായിട്ടുള്ളൊരു താത്ത വരലുണ്ട്. ആ താത്താൻ്റെ ഹസ്ബൻഡ് അതിനെ ഒഴിവാക്കിയേക്കാണ്. പിന്നുള്ളത് ആകെ ഒരു ആൺമകനാണുള്ളത്. അത് ചെറിയ എന്തോ ഒരു ജോലിയാണ്. അപ്പോൾ ഈ ഒരു കിഡ്നി പേഷ്യൻറ്റിന് ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു സംഖ്യ വരുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ പാലിയേറ്റീവിൻ്റെ കീഴിലൊക്കെ അത് നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ താത്താണ്ട് ചോദിച്ചു, അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അപേക്ഷിച്ചുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ താത്ത പറഞ്ഞു അത് എത്രയോ ഉള്ളവർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ താത്താക്ക് അത്ര ആയിട്ടില്ല, അത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേജിലായവർക്കാണ് തോന്നുന്നത് അങ്ങനെ സഹായിക്കുന്നത്. പക്ഷേ ഈ താത്താക്ക് ഹോസ്പിറ്റലിൽ പോയി വരാൻ, ഈ ഒരു ചികിത്സ നടത്താൻ തന്നെ ഒരുപാട് പൈസ ചിലവുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് അങ്ങനെ നടന്നു പോകുന്നു എന്ന് താത്ത പറഞ്ഞു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്താ ചിന്തിക്കുന്നതെന്നറിയോ? നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന്മേൽ തന്ന ഓരോ അവയവത്തിൻ്റെയും പ്രവർത്തനം നിന്ന് കഴിഞ്ഞാലുണ്ടാകുന്നൊരവസ്ഥയാണ്. ഇത്രയും വിലപിടിപ്പുള്ള ഓരോ അവയവങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെറുതെ ഫിറ്റ് ചെയ്ത് തന്നിക്കാണ്. അതിനൊരു പൈസ കൊടുക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണ് അതൊക്കെ കേട് വന്ന് കഴിഞ്ഞാലുള്ളൂ നമുക്കതിൻ്റെ വില അറിയാം. എത്ര പൈസ കൊടുത്തിട്ടാണ് പിന്നെ നമ്മളതൊന്ന് ചികിത്സിച്ചങ്ങാണ്ട് ശരിയാക്കുന്നത്. പടച്ചവൻ നമ്മുടെ ശരീരത്തിൽ തന്ന ആന്തരികവും ബാഹികവുമായിട്ടുള്ള ഓരോ അവയവങ്ങളും നമുക്ക് തന്ന ഔദാര്യമാണ് അല്ലേ? അത് വെറുതെ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കതിൻ്റെ വില അറിയില്ല. അത് കേടുവന്ന് അതിൻ്റെ പ്രവർത്തനം നിൽക്കുമ്പോഴേ നമുക്കതിൻ്റെ വില മനസ്സിലാകുന്നുള്ളൂ. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ളും നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞാൽ അൽഹംദുലില്ലാ 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 എന്ന് പറഞ്ഞാൽ തീരാവുന്നതല്ല അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ. അള്ളാഹു നമുക്ക് തന്ന ഓരോ ശ്വാസത്തിനും, ഓരോ നാഡിനരമ്പുകൾക്കും, ഓരോ അവയവങ്ങൾക്കും നന്ദി പറയേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹവും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവനായിത്തീരണം. അള്ളാഹു നമുക്ക് തന്ന ഈ സുന്ദരമായ ശരീരത്തിന് കേടുപാടുമൊന്നുമില്ലാതെ മരണം വരെ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. നമ്മുടെ ശരീരാവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച് ഒരുപാട് പൈസയുടെ ചിലവുള്ള ചികിത്സയ്ക്ക് വേണ്ടി അന്യ ആളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ നമുക്കാർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.